ആടുജീവിതം എന്ന മനോഹരമായ പുസ്തകം നമ്മുടെ ചാനലിൽ ഇതിനു മുൻപ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പുസ്തകം സിനിമയാകാൻ പോകുന്നു എന്ന ഒരു വാർത്ത എനിക്ക് ഒരുപാട് സന്തോഷം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമ റിലീസായി ഫസ്റ്റ് ഡേയിൽ തന്നെ പോയി കാണണം എന്ന് തീരുമാനിച്ചു. സിനിമ കണ്ടതിന് ശേഷം എനിക്കുണ്ടായ ഫീലിങ്സ് നിങ്ങളുമായി ഷെയർ ചെയ്യണം, പങ്കുവെക്കണം എന്ന് എനിക്ക് തോന്നി. അതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം. വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു കഥ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ആ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു. കാരണം ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്, ജോലി തേടി പോകുന്ന പ്രവാസികളുടെ ഒരുപാട് കഥകൾ. ചില കഥകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ അങ്ങോട്ട് സ്വാധീനിക്കും, വേദനയുണ്ടാക്കും. അങ്ങനെ ഒരു കഥയായിരുന്നു ഈ ആടുജീവിതം. പുസ്തകത്തിന്റെ തലക്കെട്ടിൽ പറഞ്ഞ പോലെ നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. തിയേറ്ററിനകത്ത് സീറ്റിലിരിക്കുമ്പോൾ സിനിമ തുടങ്ങുന്നതിന് കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് എൻ്റെ മനസ്സ് ആ പുസ്തകത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. നജീബ് ക, ഹക്കീം, അവിടുത്തെ ആടുകൾ, മണലാരണ്യം. പുസ്തകം വായിച്ചു, കഥയെല്ലാം അറിഞ്ഞു, ഇനി എന്തിനാണ് സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത് എന്ന ഒരു ചിന്ത മനസ്സിൽ വന്നെങ്കിൽ സിനിമ കാണണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. കാരണം അത്രയ്ക്ക് മനോഹരമായിരുന്നു സിനിമയിലെ കാഴ്ചകൾ. കാരണം അത്രയും എക്സ്ട്രാ ഓർഡിനറി എഫേർട്ട് എടുത്തിട്ടാണ് ബ്ലസ്സി സാർ ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല അതിൽ അഭിനയിച്ചിരിക്കുന്ന പൃഥ്വിരാജ് സാർ, ഗോകുൽ, അവർ അഭിനയിച്ചിരിക്കുകയല്ല, ജീവിച്ചിരിക്കുകയാണെന്നാണ് തോന്നിയത്. വർഷങ്ങൾക്ക് ശേഷം നജീബ് ഹക്കീമിനെ കാണുന്ന ആ ഒരു സീന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ബ്ലസ്സി സാർ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയിൽ ദാഹത്തോടെ അവർ മരുഭൂമിയിലൂടെ ഓടുമ്പോൾ എനിക്ക് ദാഹിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് പേർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സീന് വല്ലാതെ നമ്മളെ ഒരു വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു എന്ന്. അതുമാത്രമല്ല പിടിക്കപ്പെടുമോ എന്ന് അവർ ആ ഒരു ചിന്തയിലൂടെ അവർ ഓടുമ്പോൾ പിടിക്കപ്പെടരുതേ എന്നുള്ള ആ ഒരു ചിന്ത നമ്മൾ പ്രേക്ഷകർക്ക് തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു. മാത്രമല്ല ഹക്കീമിന്റെ മരണത്തിന് ശേഷം മണൽക്കാറ്റ് വന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തിന് മൂടുമ്പോൾ നജീബിന്റെ റിയാക്ഷൻ, ആ സമയത്ത് നമുക്കും അത് ഒരുപാട് സങ്കടം തോന്നിപ്പോയി. നമ്മുടെ ജീവിതത്തിൽ ഏതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നാലും നമ്മൾ നമ്മുടെ പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത് എന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് തന്നെയാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. പുസ്തകം വായിച്ചപ്പോഴും സിനിമ കണ്ടപ്പോഴും ഈ മൂവി തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. മലയാളം സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന സൃഷ്ടി, ഒരു മാസ്റ്റർ പീസ്. താങ്ക് യു.